ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈൻക്രാഫ്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ള മൈൻക്രാഫ്റ്റ് സർവൈവൽ ലെറ്റ്സ് പ്ലേയിലാണ്. അപ്പോൾ ഇത് നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ ഉള്ളത് ജാവയിലാണ്. നമ്മൾ ഇത്ര ദിവസം കളിച്ചുകൊണ്ടുണ്ടായിരുന്നത് മൈൻക്രാഫ്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, മറ്റേ പോക്കറ്റ് എഡിഷനാണ്. മറ്റേ മൊബൈൽ വേർഷനായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ജാവയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ ഗായ്സ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, പൊട്ടിച്ചിട്ടായിട്ട് നമുക്ക് നേരെ പോകാം ഗൈസ്. ഫുള്ള് ഫാസ്റ്റ് റണ്ണിങ് ആയിരിക്കണം. അമ്മച്ചി ഓടിക്കോ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞേ നോക്കാനില്ല ഗൈസിന്. ഒരു വില്ലേജ് കിട്ടിയാൽ കൊള്ളായിരുന്നു, ബട്ട് കിട്ടുന്നൊന്നുമില്ല. ഐ തിങ്ക് നമുക്ക് എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഈ ഡേർട്ട് ഇവിടെ പ്ലേസ് ചെയ്യാം. ഇതിൻ്റെ ആവശ്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫുള്ള് പ്ലാങ്ക് ആക്കിയേക്കാം. ഓക്കെ, സോറി ഗൈസ്, ഐ തിങ്ക് ഞാൻ കുറേ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി. അത് കുറേ ഒന്നും വേണ്ട ഗൈസ്, നമുക്ക് ഒന്ന് മതി. ഓക്കെ, ഇവിടെ പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്തതിനു ശേഷം നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കണം. സ്റ്റിക്ക് കുറച്ചും കൂടി ഉണ്ടാക്കിയേക്കാം. ഓക്കെ, എന്നിട്ടൊരു പിക്കാക്സ് ഉണ്ടാക്കാം, വുഡൻ. ഓക്കെ, നമുക്ക് കുറച്ച് കല്ലെടുക്കാം ഗൈസ്. ഇവിടെ നകത്തേക്ക് പോകാം. സ്റ്റോണേജ് ആയിട്ടുണ്ട്. നമുക്കൊരു 10 എത്രയും മതിയോ ഇത്ര എടുക്കാം. ഒരു സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് ഇത് സ്വാപ്പ് ചെയ്യാം. ഇത് ആവശ്യമില്ല നമുക്കിന്. നമുക്ക് ഇത് വെച്ചിട്ട് കുറച്ച് മൈൻ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരിക്കും ഗൈസ്. ഫാസ്റ്റായി നമുക്ക് മൈൻ ചെയ്ത് കിട്ടും. ഓക്കെ, സോംബീൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എവിടെയോ കേവ് ഉണ്ടെന്നാണ് തോന്നണത്. നമുക്ക് മെല്ലെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ തോന്നുന്നു. 22 കിട്ടിയിട്ടുണ്ട്, നമുക്ക് മതി ഗൈസ്. പിന്നെ ഇത് നമ്മളോട് കളി ഇതെടുക്കുക, സ്വാപ്പ് ചെയ്യുക. അപ്പം നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല ഗൈസ്. ശവല് ഉണ്ടാക്കിയേക്കാം. വലിയ ഉപയോഗമൊന്നുമില്ല എന്നാലും. അയ്യോ, സോറി. ഇടക്ക് ഇതെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെക്കാം. ഇത്ര സ്റ്റിക്ക് മാറ്റി. സ്പിയർ വേണ്ട, സ്പിയർ നമുക്ക് പിന്നെ ഉണ്ടാക്കാം. സ്പിയറിൻ്റെ അത്ര അത്യാവശ്യമൊന്നുമില്ല. നമുക്ക് ഇവിടുന്ന് മെല്ലെ തെറിക്കാം. ഓക്കെ, ഇവിടുന്ന് മെല്ലെ ഒന്ന് രക്ഷപ്പെടാൻ തോന്നുന്നു. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ വാക്യം. ഇവിടെ ഒന്നും ബേസ് സെറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമൊന്നുമല്ല. ഇതൊക്കെ എന്ത് സ്ഥലം, ഇതിനേക്കാളും ടോപ്പ് സ്ഥലം ഉണ്ടാവും. നമുക്ക് നോക്കാം. ഇതിനേക്കാൾ ടോപ്പ് സ്ഥലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ലെറ്റ്സ് ചെക്ക്. ഓക്കെ, നമുക്ക് ഇതാകണ്ട വില്ലേജ് കിട്ടി. പിന്നെ എന്ത് വേണം? ഇത് ഞാൻ റാൻഡമായിട്ട് എടുത്ത സീഡാണ്. ഒരു ഇതുമില്ല ഗൈസ്, റാൻഡമാണ്. ഫുള്ളി റാൻഡമായിട്ട് എടുത്തതാണ്. ഓക്കെ, നമുക്ക് നേരെ പോവാം. ഓക്കെ, തല്ലിക്കൊല്ല വേണ്ട, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല ഗൈസ്. ഓക്കെ, ഇത് വേണം തിന്നില്ലല്ലോ, എന്നാൽ പോയി ചാവട. ഇത് നമുക്ക് അവിടെ പോകണമെങ്കിൽ പണിയുണ്ടല്ലോ. അവിടെ വില്ലേജിലേക്ക് എത്താൻ നല്ല പണിയുണ്ടെന്ന് തോന്നുന്നു. മൊത്തം
ഇവിടുത്തെ കേവ് ആണല്ലോ. ഇവിടെ മൊത്തം കേവ്. ബെഡ് നമ്മൾ സെറ്റ് ചെയ്യണമെന്നില്ല. ഇവിടെ ഉണ്ട്. ഇതൊരു മലപ്രദേശമാണ്. ബ്ലാക്ക് സ്മിത്ത് ഉണ്ടാവും. അപ്പോൾ ബ്ലാക്ക് സ്മിത്ത് ഉണ്ടായിരുന്നു കൊള്ളായിരുന്നു. നമുക്ക് ഇപ്പോൾ ഇവിടെ വില്ലേജസ് ഓക്കെ ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ടോ? വില്ലേജസ് നീ വന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലായി തോന്നുന്നു. ഓക്കെ ഒരു ബെഡ് എടുത്തേക്കാം. വേറെ ഒന്നും എടുക്കില്ല. എനിക്ക് വില്ലേജിനെ ട്രാപ്പ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് നമ്മൾ വില്ലേജസിന് ആവശ്യമുണ്ടാകുമ്പോൾ വരാനാണ് പ്ലാന്. ഇവിടെ ഒന്ന് വെച്ച ശേഷം നമുക്ക് ഇവനെ മെല്ലെ തള്ളി അകത്തേക്ക് കയറ്റാൻ പറ്റില്ലല്ലേ. വഴി ഉണ്ടാക്കാം. നമ്മൾക്ക് ഒരു ഐഡിയ ഉണ്ട്. ആദ്യം നമുക്ക് മീത്തെത്തണം. മീത്തന്നെ റൈഡ് ചെയ്ത് തുടങ്ങണം. ഐ സി ഓടിക്കോണം. രക്ഷപ്പെട്ടോ ചത്തു. ബാക്കിലെത്തുന്നുണ്ടോ? മണ്ട കണ്ണും കാണില്ല. എനിക്ക് തോന്നുന്നേ നമുക്കിവിടെ ഇവന് 2 പേർക്കൊരു കൊയ്യാക്ക. ഇതൊന്നിനാടാ വെക്കണേ. പോയി. ശുഭം. ബാക്ക് 2 വില്ലേജസ് ആയിട്ടുണ്ട്. എന്നാലും ഏതെങ്കിലും വില്ലേജറൊന്ന് ചത്ത പെട്ടില്ലേ. അതുകൊണ്ട് നമുക്ക് എന്നൊന്നിനെ കൂടി ഇവിടെ ഒന്ന് ട്രാപ്പ് ചെയ്ത് വെച്ചേക്കണം. ആദ്യം നമുക്ക് ഫുഡ് വേണം. ഫുഡിനായിട്ട് എടാ നിൽക്ക്. നമുക്ക് ഇവനൊന്ന് ട്രാപ്പ് ചെയ്യാം. ഇവിടെ കുറേ പേരുണ്ടടാ. ഇവളെന്ത് സമയമില്ല. സമ്മേളനമാണെന്ന് തോന്നുന്നു. ഇനി എവിടെ നിൽക്ക്. സുഖല്ലേ? വില്ലേജസ് വെച്ച് ബിസിനസ് തുടങ്ങാം ഗൈസ്. കള്ളക്കടിച്ച് എടാ ഞാൻ വീണു. ഡമ്മമാര് കയറും. എടാ രക്ഷപ്പെടുന്നു. എന്ത് കഷ്ടമുണ്ടടാ. നിങ്ങളെ ഞാൻ കഷ്ടപ്പെട്ടിട്ടല്ലേ ഉണ്ടിട്ട. ഷിഫ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഇവരെ തള്ളിയിടാം ഗൈസ്. നിങ്ങൾക്ക് ഡേർട്ടൊക്കെ തരുന്നില്ല. ഒന്നും വേണം. 3 പേര് 4 പേര് തള്ളിയിടാൻ പറ്റുമോ? ഇവരായെങ്കിലും മതി. ഇവൻ നമുക്ക് ബ്രീഡ് ചെയ്യാം. അല്ലാതെ ജോലി കൊടുക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ബ്രീഡ് ചെയ്യാൻ പറ്റും കേസ് ഇവൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവനൊന്ന് നല്ല ഒരടി അപ്പുറത്തേക്ക്. എന്തോടെ റോക്കറ്റാ? അണ്ണ അങ്ങോട്ടൊന്ന് പോവോ? അങ്ങോട്ട് പോവോ? എന്താടാ അയൺ ഗോളുണ്ടെന്ന് തൊട്ടാ. ഇല്ലെങ്കിൽ തീർത്തേനെ. മനസ്സിലായാ? എന്നാ അറിയില്ല എനിക്ക്. ഇപ്പോൾ ഉള്ളത്ര വരെ ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് ചെറിയൊരു പണിയുണ്ട് ഗൈസ്. അയൺഗോൾ പഠിക്കാൻ വരും. അവനടിച്ചിട്ടുണ്ട്. അവൻ വരുമോ നോക്കാം. വരും. മണ്ണാണെന്നുള്ളു. ബാക്ക് സ്പേസ് അടി. ഓക്കെ, നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ജസ്റ്റ് നമുക്ക് ഇതന്നെയാണ് കുറേ സ്ഥലം.
ഇവിടെ തന്നെ സെറ്റില്ല. നമ്മുടെ നമ്മൾ ഹൗസ് സെറ്റ് ചെയ്യുന്ന പോലെ ഹൗസ് നെക്സ്റ്റ് എപ്പിസോഡിൽ സെറ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടായിട്ട് നമുക്ക് വീട് സെറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, ആദ്യം ഇത് നമുക്ക് വീടല്ല ഫസ്റ്റ് മുഖ്യം, ഫുഡാണ് മുഖ്യം. അപ്പോൾ ഫുഡ് സെറ്റ് ചെയ്യുക. ഓക്കെ, ഒരു സ്റ്റാക്ക് വീറ്റ് ഇട്ടീന്. അല്ല, നമ്മൾ അതിലേക്ക് നോക്കുന്നത് എന്തിനാ? ഓക്കെ, 21 ബ്രെഡ് ആയിട്ടുണ്ട്. കഴിച്ചിട്ടായിട്ട് നമുക്ക് പോകാം. ഓക്കെ, ഫുഡ് കഴിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ വെളുത്ത മാമനെ കണ്ട അവനെ തട്ടണം. അവനെ തട്ടിയാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കും. അവൻ നമ്മളെ തട്ടിയ റോക്കറ്റായിരിക്കും, പിന്നെ നമ്മൾ ഈ ലോകത്തു നിന്ന് ഔട്ടാവും. അവന് ഓർമ്മയുണ്ട് നമ്മളെ. എടാ മോനെ, റെസ്പോൺസ് ചെയ്ത് തൊട്ടായി ഇല്ലെങ്കിൽ നമ്മൾ പോയെടുത്തുനിന്ന് തിരിച്ചേരേണ്ടി വന്നേനെ. ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കൽ അവൻ്റെ അടി കൊണ്ടാൽ മതി ഹാഫ് ഹേർട്ടാവും. പിന്നെ രണ്ടാമത്തെ അടി നമ്മൾ ചാടിയിട്ട് അവനെ ഡെത്താവും. അതുകൊണ്ട് പേടിക്കണം. നമ്മുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ. അവന് ദേഷ്യം മാറിയിട്ടുണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. കാരണം അവൻ്റെ വില്ലേജേഴ്സിനെയാണ് അടിച്ചതെന്ന് ഇവിടെ കിട്ടി. അവൻ്റെ വില്ലേജേഴ്സിനെ അടിച്ചെന്ന് പറഞ്ഞിട്ട് അവൻ കള്ളൻ എനിക്കിട്ട് പണിഞ്ഞതാണ്. കാണിച്ചു തരാം. നീ എന്നെയാണ് അടിച്ചതെന്ന് 100 പ്രാവശ്യം ചിന്തിച്ചിട്ട് വേണം അടിക്കാൻ. അവനുണ്ടല്ല എവിടെ അവനെവിടെ അവനെടാ ഓടാ ആഗോളം വരുന്നുണ്ട്. ഞാൻ നടക്ക് നോക്ക് ഗൈസ്. സൗണ്ട് ഒക്കെ നടക്കണ. ഓ മൈ ഗോഡ്, അവന് മറന്ന് ഡേർട്ട് എടുക്കും. മറന്നു കാണില്ല. കള്ളനവിടെ നിന്ന് എന്നെ പറ്റിക്കാനാണെന്നല്ലേ. കണ്ട പറ്റിച്ചതാണ്. പോയിട്ടാകുമ്പോൾ അവന് വന്ന് ഷിഫ്റ്റ് ആക്കിയിട്ട് നീ എന്നെ കൈവഴി തൊടടാ. തൊടടാ, പിടിച്ചാ. എന്നാൽ ശരി, ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഓക്കെ, ഞാൻ അവിടെ വരുന്നേ. അവിടെ എൻ്റെ റേഞ്ച് പോയാ. എടാ പറ്റിക്കണോ? വലിയ കള്ളനാണ് ഇവൻ. ഓക്കെ, ഇവനെ കൊന്നിട്ട് തന്നെ നമ്മുടെ എപ്പിസോഡ് നിർത്താം. ഇവനെന്താടാ, ഇവനെ ലൂർ ചെയ്തുകൊണ്ട് വരാൻ കുറച്ച് പണിയുണ്ട്. ഓക്കെ, നമുക്കവന് വരുന്നുണ്ടോ നോക്കാം. ഇവിടെ അവനെ ലൂർ ചെയ്തുകൊണ്ട് വരാം. നമുക്ക് തിരിഞ്ഞോടാൻ തോന്നുന്നുണ്ട്. എടാ ഫുഡ് പോലും കഴിക്കാണ് ഞാൻ ഇങ്ങനെ സഹതാപുണ്ടടാ. എന്താണോ എൻ്റെ സ്പീഡ് കൂടുന്നോട്ടാണോ? എൻ്റെ സ്പീഡ് കൂടി നട്ടാണെന്ന് തോന്നുന്നു. ഇപ്പം നിരത്തി നിന്നിട്ടാകുമ്പോൾ വരാൻ ചെയ്യോ? മോനെ, ഞാൻ അവിടെ ബ്ലോക്ക് വെച്ചിട്ട് 2-3 ബ്ലോക്ക് ഇപ്പം തീർന്നേനെ. എടാ, നീ ഇത്ര കഷ്ടപ്പെടുത്തിയല്ലേ. ഒരു
കുട്ടി ഗിഫ്റ്റെങ്കിലും നിനക്ക് തരണ്ടേ? കുട്ടി ഗിഫ്റ്റെങ്കിലും തരാണ്ട് പോണ മോശമല്ലേ? തരാണ്ട് പോണ മോശമല്ലേ? ആണ്. അപ്പം നമുക്ക് ഇവനൊന്ന് തട്ടിയേക്കാം. നോക്കിയാൽ ആക്സ് വെച്ച് തട്ടാം ഗൈസ്. കുറച്ച് സോഡ് എവിടെ? സോഡ് കൊല്ലു. ഖതം ഹോക്കിയാണ്. ചത്തിട്ടുണ്ട്. നമുക്ക് ആ സാധനം വേണ്ട ഗൈസ്. ഇത് നമുക്ക് ഓക്കെ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ, ബൈ.